ഹായ് ഫ്രണ്ട്സ്, അദ്വൈതൻ ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്, അല്ലാതെ വ്ളോഗോ അല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊതുവെയുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒലിവിയ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഡ്രസ്സിൻ്റെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററിനെ കുറിച്ചുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അതായത് അതിനകത്ത് ഒത്തിരി 10-60 സ്റ്റാഫുകളൊക്കെ ഉണ്ട്, ഗേൾസ് ആണെല്ലാം. അപ്പോൾ അവർ നേരിട്ടിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും അതിനെയൊക്കെ വെച്ചിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺമണി എന്ന് പറയുന്ന ഒരു കുട്ടി അവളുടെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടി അവിടെ 2 ദിവസം എന്തോ ജോലിക്ക് ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ അത് വെച്ചിട്ട് ഈ കുട്ടി കൺമണിയുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് ഒലിവിയ ഡിസൈനിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയുണ്ടായി. ജസ്റ്റ് അത്രേ ചോദിച്ചോളൂ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ. അപ്പോൾ അങ്ങ് കത്തിക്കയറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ. അതിൻ്റെ അടിയിൽ ഒത്തിരി അവിടെ ജോലി ചെയ്ത പഴയ ഒത്തിരി സ്റ്റാഫുകളുടെ ദുരനുഭവങ്ങൾ അവർ പങ്കുവച്ചു. ഒത്തിരി പേരിപ്പോൾ സോഷ്യൽ മീഡിയ മുന്നോട്ട് വരികയാണ് ഇത് പുറത്ത് കൊണ്ടുവരാൻ. അത് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഞാൻ ഒലിവിയ ഡിസൈനിൽ നിന്ന് ഷോപ്പിംഗ് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുറച്ച് അനുഭവം ഞാൻ പറയാം. ഞാൻ 1.5 വർഷം മുമ്പാണ് യൂട്യൂബ് ചാനലിൽ ഒലിവിയ ഡിസൈൻ എന്ന യൂട്യൂബ് ചാനലിൽ അവരുടെ വീഡിയോ കാണാനിടയായത്. അപ്പോൾ എനിക്ക് ആ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കാണിച്ചു. എല്ലാ ദിവസവും 11 മണിയൊക്കെ ആകുമ്പോൾ അവരുടെ വീഡിയോ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ഡ്രസ്സുകളെല്ലാം കൊള്ളാം, നല്ല ലാഭമാണ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറവാണ്. പിന്നെ ക്വാളിറ്റിയെ കുറിച്ച് അറിയത്തില്ല, ഇവർ കാണിക്കുന്നതാണോ നമുക്ക് കിട്ടുന്നതെന്ന് ഒരു ഇതും നമുക്കറിയത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ജസ്റ്റ് ഒന്ന് പഴയ വീഡിയോസും എല്ലാം കണ്ടു. അപ്പോൾ അവരൊരു നമ്പർ കാണിക്കും. ആ നമ്പറിലോട്ട് നമ്മൾ ഹായ് എന്ന് അയക്കുമ്പോൾ കുറച്ച് എക്സിക്യൂട്ടീവിൻ്റെ ഒരു 5-6 എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ അവർ പേരും കൊടുത്ത് നമുക്കതിൽ ഏത് എക്സിക്യൂട്ടീവിനെ വേണമെങ്കിലും ആ എക്സിക്യൂട്ടീവിന് മെസ്സേജ് അയക്കാം, വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ അവരതിന് റിപ്ലൈ തരും. റിപ്ലൈ തരണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഏത് ഡ്രസ്സാണ് അതിൽ ഇഷ്ടപ്പെട്ടത് എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ നിയമമൊക്കെ അവർ പറഞ്ഞു തരും എക്സിക്യൂട്ടീവിനെ. അങ്ങനെ ഞാൻ വിളിച്ചായിരുന്നു 1.5 വർഷം മുമ്പ്. വിളിച്ചപ്പോൾ നല്ല രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത്, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, മാം ഇന്നത്തെ സ്റ്റോക്ക് തീർന്നു പോയി, ഇനി നാളെ വീഡിയോ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, 1-2 ദിവസം ഞാൻ വിളിച്ചപ്പോഴും സ്റ്റോക്ക് കഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, ആ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞു 11 മണിക്ക് വീഡിയോ വരും, അപ്പോൾ ഉടൻ തന്നെ മാം എനിക്ക് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഏത് അളവ് വേണമെന്ന് അയച്ചു തന്നാൽ മതി. അപ്പം ഞാൻ ഉടൻ കളക്ട് ചെയ്ത് വെച്ച് അയച്ചു തരാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അരമണിക്കൂർ ഈ വീഡിയോ വന്ന് അരമണിക്കൂർ കഴിഞ്ഞ് സ്റ്റോക്കെല്ലാം തീർന്നു പോകും. അപ്പോൾ അപ്പം തന്നെ അയച്ചാലേ കിട്ടത്തുള്ളൂ. ഒത്തിരി കളക്ഷൻ അവർ കാണിക്കാറുണ്ട്, നല്ല ഡ്രസ്സുകളാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ അത് വെയിറ്റ് ചെയ്തിരുന്ന് ഓർമ്മിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ആ കുട്ടി 11 മണിയാകുമ്പോൾ തന്നെ അവരുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരും. ആദ്യമൊക്കെ ഞാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ആ കുട്ടി എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ആ ലിങ്ക് വന്ന സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് നോക്കി. അപ്പോൾ ഇഷ്ടമായ ഡ്രസ്സ് ഉണ്ടായിരുന്നപ്പോൾ ഞാനത് ഉടൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ആ എക്സിക്യൂട്ടീവിന് അയച്ചു കൊടുത്തു. ആ കുട്ടി ഉടനെ തന്നെ എനിക്ക് ഏത് അളവ് വേണം മാമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന അളവും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതും എടുത്തിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് പേയ്മെൻറ്റിൻ്റെ കാര്യം. പേയ്മെൻറ്റ് 499, 599 ഈ റേറ്റൊക്കെ ഉള്ളൂ. ഞാൻ ജോർജറ്റാണ് അവരുടെ കയ്യിൽ നിന്ന് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സാണ് കൂടുതലും എടുത്തിട്ടുള്ളത്. ഞാൻ ഒത്തിരി എടുത്തു, 10-25 ഡ്രസ്സ് വരെ അവരുടെ ഡ്രസ്സ് എടുത്തു. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് 2-3 ഡ്രസ്സുകളൊക്കെ ചിലതൊക്കെ മിസ്റ്റേക്ക് വന്നു, ക്വാളിറ്റി കുറവായി. പിന്നെ ഇപ്പോൾ 1 വർഷം കൊണ്ട് കഴിഞ്ഞ ഓണത്തിനാണ് ഞാൻ ലാസ്റ്റ് അവരിൽ നിന്ന് എടുത്തത്. അത് പിന്നെ എടുക്കാതിരിക്കാനും ഒരു കാരണമുണ്ട്, ഒരു റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇഷ്ടമായി അവരുടെ നിന്ന് എടുത്തു. അപ്പോൾ എങ്ങനെ ക്യാഷ് അയക്കണമെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇത് ആദ്യം ഗൂഗിൾ പേ ഞങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കണം. ഗൂഗിൾ പേ അയച്ചു കൊടുത്തിട്ട് അതിനെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ്, കുട്ടി ഡ്രസ്സ് എടുത്തത് എല്ലാം പാക്ക് ചെയ്ത്
കുറച്ച് കഴിയുമ്പോൾ ഇനി നമ്മുടെ അഡ്രസ്സ് മെസ്സേജ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കണം. അപ്പോൾ ആ നമ്മുടെ അഡ്രസ്സ് വെച്ച് സ്റ്റിക്കർ. പിന്നെ പോസ്റ്റൽ വഴിയാണെങ്കിൽ ഈ 499 എന്നുള്ളത് 50 രൂപ കൂടെ ആകും. അത് അവർ ആദ്യം പറയുന്നുണ്ട്. കൊറിയർ വഴിയാണെങ്കിൽ നമുക്ക് അഡീഷണൽ 50 രൂപ ആകത്തില്ല. അപ്പോൾ എനിക്ക് കൊറിയർ പോയി കൊറിയർ സ്ഥലത്ത് പോയി എടുക്കണം നമ്മൾ. അതിനെ കരുതി ഞാൻ കൊറിയർ ചെയ്യാതെ എനിക്ക് പോസ്റ്റൽ വഴി മതിയെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ടുള്ളത് പോസ്റ്റൽ വഴിയാണ്. അപ്പോൾ 50 രൂപ കൂടെ എനിക്കാവും. അതായത് 499 ആകുമ്പോൾ അതിൻ്റെ കൂടെ 50 രൂപ കൂടെ പ്ലസ് ആകുമ്പോൾ 500 സംതിങ് ആവും. അതുപോലെ 599 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒത്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു ഡൗട്ടായിരുന്നു, കിട്ടുമോ? അപ്പോൾ ആ എക്സിക്യൂട്ടീവ് പറഞ്ഞ് കിട്ടും, പിന്നെ പോസ്റ്റൽ വഴിയാകുമ്പോൾ 2-3 ദിവസം ഡിലേ ആകും, കൊറിയർ ആകുമ്പോൾ 3ൻ്റെ അന്ന് തന്നെ കിട്ടും. എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് പോസ്റ്റൽ വഴി മതിയെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റൽ അഡ്രസ്സ് അയച്ചു കൊടുത്തു. ആ കുട്ടി എനിക്ക് പിന്നെ നല്ല സേവനം തന്നെ തന്നത്. സാധനം കൃത്യസമയത്ത് വന്നു, എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടി. അങ്ങനെ ഞാൻ 2-3 എണ്ണം അവരെ കയ്യിൽ നിന്ന് ആദ്യം എല്ലാ ദിവസവും വീഡിയോ കാണുമായിരുന്നു. പക്ഷെ എല്ലാ ഡ്രസ്സും കാണിക്കുന്നത് നല്ലത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആദ്യമൊക്കെ കിട്ടിയതെല്ലാം അതിൽ കാണിക്കുന്ന അതേ മെറ്റീരിയലും അതേ സാധനം തന്നെയായിരുന്നു. പക്ഷെ ഇടയ്ക്ക് 1-2 എണ്ണം. പിന്നെ ഒരു കാര്യം, അവരുടെ ഓൺ പ്രോഡക്റ്റ് അല്ല ഇത്. ഇവർ പുറത്തുനിന്ന് എവിടെന്നോ ബൾക്കായിട്ട് എടുത്തിട്ട് അവരുടെ ഓൺ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്നതാണ്, ഡെലിവറി ചെയ്യുന്നതാണ്. പക്ഷെ ഓൺ പ്രോഡക്റ്റ് എങ്കിൽ അവരുടെ സ്റ്റിക്കറിൽ ഒലീവിയ എന്ന് എഴുതിയിരിക്കും. ഇത് അങ്ങനെയല്ല, ഒലീവിയ എന്ന് ഒന്നും എഴുതിയിട്ടില്ല. ഡ്രസ്സിൻ്റെ ബാക്കിൽ നമ്മുടെ സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ പിന്നെ എന്താ പറയുക, അതിൻ്റെ ലൈനിങ് ഇറക്കം കുറവായിരുന്നു. നമ്മൾ സ്ട്രെയിറ്റ് കുർത്തി എടുക്കുമ്പോൾ നല്ല ഫുൾ ലെങ്തിൽ എടുക്കുമ്പോൾ ഫുള്ളിൽ ഈ ജോർജറ്റൊക്കെ ആകുമ്പോൾ ലൈനിങ് തുണിയൊക്കെ ഫുള്ള് വേണമല്ലോ. അപ്പോൾ ഒരു ഇത് എടുത്തപ്പോൾ അല്പം ലൈനിങ് തുണിയേ ഉള്ളൂ, നീളക്കുറവാണ്. അപ്പം ഞാൻ ആ എക്സിക്യൂട്ടീവോട് പറഞ്ഞു ഇതിൽ ലൈനിങ് തുണി നീളം കുറവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇതും ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് അല്ല ഒലീവിയയുടെ, ഇത് വേറെയാണ്. അപ്പം ഞാൻ കുട്ടിയോട് ആ എക്സിക്യൂട്ടീവിനോട് പറയുകയും ചെയ്തു അതിന് ഒന്നും ഓൺ പ്രോഡക്റ്റ് അല്ലല്ലോ, ഒലീവിയയുടേതല്ലല്ലോ, എല്ലാം വേറെയാണല്ലോ, നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ പേര് കാണുമല്ലോ. അയ്യോ അല്ല മാം അങ്ങനെയല്ല ഇങ്ങനെയെന്ന് കുറേ എക്സ്ക്യൂസൊക്കെ ആ കുട്ടി പറഞ്ഞു. എന്നാലും സാരമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ആ ഡ്രസ്സിൽ ഞാൻ പിന്നെ ലൈനിങ് തുണി സെപ്പറേറ്റ് വെച്ച് തച്ചായിരുന്നു, സ്റ്റിച്ച് ചെയ്തു. എന്നാലും ഞാൻ എല്ലാ ദിവസവും അവരുടെ വീഡിയോ കാണാം. അതായത് ആ എക്സിക്യൂട്ടീവ് എനിക്ക് ലിങ്ക് എല്ലാ ദിവസവും അയച്ചു തരും. അതായത് ഞാൻ സ്ഥിരം അവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും എനിക്ക് മുടങ്ങാതെ ലിങ്ക് അയച്ചു തന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എടുക്കുന്നത് ആ കുട്ടിക്കല്ലേ ബെനിഫിറ്റ്. അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ലിങ്ക് അയച്ചു തരും. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് കാണുമ്പോൾ എടുക്കുകയും ചെയ്യും. അപ്പോൾ 1-2 ദിവസം ഓർഡർ ചെയ്തത് ഒത്തിരി ഡിലേ ആയി, ഒരാഴ്ചയായി 2 ആഴ്ചയായിട്ടും വരാതെ ആയിരുന്നു പോസ്റ്റ് വഴി. അപ്പോൾ ഞാൻ ആ എക്സിക്യൂട്ടീവിനോട് ചോദിച്ചായിരുന്നു, ഇതുവരെ എൻ്റെ ഡ്രസ്സ് വന്നില്ല. അവർ എന്തൊക്കെയോ എക്സ്ക്യൂസുകൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ എൽ അളവാണ് എടുക്കുന്നത്, അപ്പോൾ എനിക്ക് വന്നത് ഡബിൾ എക്സലിൻ്റെ ടോപ്പാണ് വന്നേ. അപ്പം ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയച്ചു, അയ്യോ ഇതെനിക്ക് ഒത്തിരി വലുതാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള, അത് 699 ഒരു കുർത്തിയാണ്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ അത് കാണിച്ചു തരാം, ഇതേ കണ്ടോ, ഇത് 599 699 ആണ്, നല്ല കുർത്തിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എനിക്ക് എല്ലാണ് അളവ്, പക്ഷേ ഇത് വന്നത് ഡബിൾ എക്സലാണ്. അപ്പോൾ ഞാൻ അവൾക്ക് മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞു അയ്യോ മാം അത് മാറിപ്പോയി, അപ്പോൾ ഇതിന് പകരം എടുത്ത ആൾക്ക് ചെറിയ അളവായിരിക്കും അയച്ചു കൊടുത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് മെസ്സേജ് ഇടും. അപ്പോൾ ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് തിരിച്ചയച്ചു തരാൻ പറയുമ്പോൾ മേഡവും തിരിച്ചയച്ചു തന്നത്. അപ്പോൾ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. 1 ആഴ്ചയായി 2 ആഴ്ചയായി എന്നിട്ടും ഈ സാധനം വന്നില്ല. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എന്തായി കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞു മേഡം ഒരു കാര്യമുണ്ട്, എനിക്ക് ഇത് വേറെ ആരും എനിക്ക് ഇതുവരെ മെസ്സേജ് അയച്ചില്ല, എങ്ങനെ മാറിപ്പോയെന്ന് അറിയില്ല അളവ്, മാമിന് ആർക്കെങ്കിലും അവിടെ കൊടുത്ത് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, വണ്ണമുള്ള ഇത്തിരി സൈസ് കൂടി ആർക്കെങ്കിലും അത് ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞു ആരും വാങ്ങത്തില്ല അങ്ങനെയൊന്നും, എനിക്കിത് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കിതൊരു പ്രയോജനമില്ല. പക്ഷെ ആ കുട്ടിയായിട്ട് ആ എക്സിക്യൂട്ടീവ് എന്നോട് നല്ല സ്നേഹമായിരുന്നു, നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ കുട്ടി ഭയങ്കരമായിട്ട് വിഷമം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കംപ്ലൈൻറ്റ്, ഞാൻ അതിൽ കംപ്ലൈൻറ്റ് ഇടുമെന്ന് പറഞ്ഞു. അവരൊരു കംപ്ലൈൻറ്റ് നമ്പർ തന്നിരിക്കും. കംപ്ലൈൻറ്റ് നമ്പർ എടുത്തതെന്ന് ചോദിച്ചപ്പോൾ മാം അങ്ങനെ കൊടുക്കരുത്, പിന്നെ എൻ്റെ സാലറിയിൽ നിന്ന് ഇത് ഞാൻ 1000 രൂപ ഫൈൻ അവരടയ്ക്കും. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ, അത് ഞാൻ മാറ്റി മാമിന് കസ്റ്റമേഴ്സിന് മാറ്റി അയച്ചു കൊടുത്താൽ
ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഫൈൻ ഈടാക്കും, അതുകൊണ്ട് മാം കംപ്ലൈൻറ്റ് ചെയ്യരുത് പ്ലീസ്, എൻ്റെ ജോലി പോകുമെന്ന് പറഞ്ഞ് ആ കുട്ടി കാല് പിടിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ഡ്രസ്സ് പിന്നെ എന്ത് കടയിൽ കൊടുത്ത് അതിനെ ചെറുതാക്കി എടുത്തത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരു ദിവസം 2 ആഴ്ചയായിട്ടും എൻ്റെ പ്രോഡക്റ്റ് എത്താത്തത് കൊണ്ട് ആ കംപ്ലൈൻറ്റ് നമ്പറിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ട് കംപ്ലൈൻറ്റ് നമ്പർ 1 മാസമായിട്ട് പോലും ആ വാട്സാപ്പിൽ നിന്ന് അവർ നോക്കിയിട്ട് പോലുമില്ല. അതുകൊണ്ട് കംപ്ലൈൻറ്റ് നമ്പരൊക്കെ അവർ കൊടുത്തിരിക്കുന്നതൊക്കെ വെറുതെയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇത്രയൊക്കെയാണ് അവിടുത്തെ അനുഭവങ്ങൾ. അത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ എൻ്റെ അനുഭവം, എക്സ്പീരിയൻസ് ഇതൊക്കെയാണ്. എന്നോട് ഞാൻ കോണ്ടാക്ട് ചെയ്ത എക്സിക്യൂട്ടീവ് നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി കഴിഞ്ഞ വർഷത്തെ ഓണം ആയപ്പോൾ പാലക്കാട് എന്തുവാണ് ആ കുട്ടിയുടെ വീട്. കുറച്ച് നാൾ ആ കുട്ടി എക്സിക്യൂട്ടീവ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ മെസ്സേജ് ചോദിച്ചു ഇപ്പോൾ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലീവ് ചേച്ചിയുടെ കല്യാണമായിട്ട് നാട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും ഈ കുട്ടി ഒലീവിയയിൽ വന്നതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി റിസൈൻ ചെയ്തു. അതെന്താണ് കാര്യമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് ഡ്രസ്സ് വേണമെന്നും പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോഴാണ് ആ എക്സിക്യൂട്ടീവ് എന്നോട് പറഞ്ഞ് ചേച്ചി മാം ഞാൻ റിസൈൻ ചെയ്തു അവിടെ നിന്ന്, ഇനി പോകുന്നില്ല, ഞാൻ വേറൊരു നമ്പർ അയച്ചു തരാം, വേറൊരു എക്സിക്യൂട്ടീവിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് വേറൊരു എക്സിക്യൂട്ടീവ്. പക്ഷെ അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഒരു ഡ്രസ്സും എടുത്തിട്ടില്ല. ഒത്തിരി ഡ്രസ്സുകൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്ത് ഭംഗിയാ, ഒത്തിരി നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. ജോർജറ്റിൻ്റെ പല ക്വാളിറ്റി പല സൈസ് തുണിയും ഉണ്ട് ജോർജറ്റിൽ തന്നെ. അവർ ചിലതിലൊക്കെ ലോ ക്വാളിറ്റി ജോർജറ്റിൻ്റെ തുണിയാണ് ചെയ്തിരിക്കുന്നത്, ചിലതിൽ നല്ല ജോർജറ്റാണ്. അപ്പോൾ ഞാനൊരു 10-20 ഡ്രസ്സ് വരെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തതാണ്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് അവിടുത്തെ ആരെയും അറിയത്തൊന്നുമില്ല, ഈ എക്സിക്യൂട്ടീവിനെ മാത്രമേ പക്ഷേ ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സാണെങ്കിലും പക്ഷെ നമുക്ക് സ്റ്റാഫ് അവിടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല. ഞാൻ അവിടുത്തെ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ചെയ്യാമെന്ന് കരുതി ചെയ്യുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സ്ഥാപനമാണ്, ഒരു സ്ഥാപനം പടുത്തുയർത്തിക്കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിയമപരമായിട്ട് ഇപ്പോൾ തെളിവുകൾ സഹിതം ഇത്രയും പെൺകുട്ടികൾ ഇത്രയും ഓരോരോ ദുരിതങ്ങൾ അനുഭവിച്ച് അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മൊബൈലൊക്കെ അവർക്ക് ബോണ്ടായിട്ട് നമ്മുടെ പേഴ്സണൽ മൊബൈൽ അതൊക്കെ അവിടെ പിടിച്ചു വാങ്ങി വെക്കുന്നതൊന്നും ശരിയുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാ കുട്ടികളും ഒത്തൊരുമിച്ച് നിയമത്തിൻ്റെ രീതിയിൽ പോകണം. പക്ഷേ തുണിയുടെ കാര്യത്തിൽ ഞാൻ 100% ഹാപ്പിയാണ്. ഒത്തിരി തുണി ഞാൻ 10-25 ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. കണ്ടോ, എല്ലാം നല്ല ഡ്രസ്സാണ്. എനിക്കെല്ലാം നല്ല ഇഷ്ടമായി. അവിടുത്തെ നമുക്ക് ഇഷ്ടമാവുന്നത് കൊണ്ടാണല്ലോ പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങുന്നത്. ഞാനെല്ലാം കാണിച്ചു തരാം. എത്ര ഡ്രസ്സാണെന്ന് നോക്കിയേ, കണ്ടോ, ഇതൊക്കെ നല്ല ഡ്രസ്സാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റിയുള്ള ഞാൻ പറഞ്ഞില്ലേ, ചിലത് ഒരു 2-3 ഡ്രസ്സ് 3 ടോപ്പ് മാത്രം ക്വാളിറ്റി കുറവാണ്. ഇതൊക്കെ നല്ല ഭംഗിയാണ്. ഇതെല്ലാം 499 ഇതിന് വാങ്ങിയതാണ് ഞാൻ അവരുടെ നിന്ന്. എനിക്ക് കൃത്യമായിട്ട് സാധനം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സൈസ് ഒരെണ്ണം വ്യത്യാസമായിട്ട് വന്നപ്പോൾ അത് മാത്രമേ എനിക്ക് അവിടെ നിന്ന് മോശമായിട്ട് പറ്റിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് നടക്കുന്ന സ്റ്റാഫുകൾക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അത് നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. കണ്ടോ, ഇതൊക്കെ ഇതെല്ലാം 4999 599 ആണ്. ഞാൻ എത്ര കുർത്തീസ് അവിടെ നിന്ന് എടുത്തു. അതുകൊണ്ട് നല്ലൊരു സ്ഥാപനം അടച്ചുപൂട്ടാൻ എളുപ്പമാണ്. അത് ഇത്രയും വലുതായിട്ട് പടുത്തുയർത്തിക്കൊണ്ട് വരുന്നത് ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒലിവിയയുടെ ഓണറായാലും നിയമപരമായിട്ട് ഇപ്പോൾ 2-3 വീഡിയോ അവരും വെളുപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാഫുകൾ ഇങ്ങനെ
ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്റ്റാഫുകളോട് ഞാൻ പറയുകയാണ്, ഒരു പെൺകുട്ടികളും അങ്ങനെ ത്യാഗം സഹിച്ചൊന്നും ഇത്തരത്തിൽ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും സ്വാതന്ത്ര്യമുള്ള നമ്മുടെ നാട്ടിൽ അടിമയെപ്പോലെ അവിടെ പോയി പണിയെടുക്കേണ്ട ആവശ്യമില്ല. പേടിക്കാതെ എല്ലാവരും മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള അനുഭവം. പിന്നെ ഒരു കുട്ടി ലേബർ ഓഫീസിലും അടൂർ പോലീസ് സ്റ്റേഷനിലും ഒക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ ഒരു ഫലവും ഇല്ല എന്ന് പല അവരുടെ വീഡിയോയുടെ അടിയിലൊക്കെ മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് പ്രൂഫ് എല്ലാവരിലും എവിഡൻസോടുകൂടി നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക. നിങ്ങൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം, നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. വീടും എല്ലാം നാടും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് അവിടെ വന്ന് നിന്ന് ജോലി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് കംപ്ലൈൻറ്റ് കൊടുത്ത് നിയമത്തിൻ്റെ രീതിയിൽ പോട്ടെ. അപ്പോൾ ഒലീവിയ ആയാലും അവർ നിയമത്തിന് അവർക്ക് ക്യാഷ് ഉണ്ട്. അപ്പോൾ അവർ നിയമത്തിൻ്റെ വഴിയെ പോവുകയാണ്. കൺമണി എന്ന കുട്ടിക്ക് ബിഗ് സല്യൂട്ട് തരുന്നു ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതിന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അപ്പോൾ നല്ലൊരു ദിവസം നേർന്നു കൊള്ളുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറി നിൽക്കുന്നത് കൊണ്ട് ഒരു കസ്റ്റമർ എന്ന നിലയിൽ എൻ്റെ അനുഭവം, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക. ഓക്കെ, ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തതല്ല, ഒലീവിയക്കാരെയും സപ്പോർട്ട് ചെയ്തല്ല ഈ ഡ്രസ്സ് കാണിച്ചത്. എനിക്ക് കിട്ടിയ ഡ്രസ്സ് നല്ല ഡ്രസ്സ് ആയത്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, ക്വാളിറ്റിയുള്ള സാധനം ആയതുകൊണ്ട് ആണ് ഞാൻ ഇത്രയും എടുത്തത് തന്നെ. അല്ലാതെ ആരെയും എനിക്ക് അവിടുത്തെ ആരെയും അറിയില്ല. ഞാൻ ഇവിടെ ട്രിവാൻഡ്രമാണ്, അവർ പത്തനംതിട്ടയാണ്. ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും എനിക്കില്ല. ആ ഒരു എക്സിക്യൂട്ടീവ് മാത്രമായിട്ട് കോണ്ടാക്റ്റിങ് ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടി ഇപ്പോൾ 1 വർഷം ആയി മാറിപ്പോയി. അതിനുശേഷം ഞാൻ ഇതുവരെ എടുത്തിട്ടുമില്ല അവിടെ നിന്ന് ഡ്രസ്സ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിയമത്തിൻ്റെ വഴിയിൽ പോകുമ്പോൾ നല്ലത് മാത്രം ഉണ്ടാകട്ടെ. എല്ലാവർക്കും നീതി ലഭിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.